നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നന്ദഗോവിന്ദൻ ഭജൻസ് ഇനി പ്രത്യേകിച്ച് അവരെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കേരളത്തിലെ മലയാളികളായിട്ടുള്ള, കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് എല്ലാവർക്കും നന്ദഗോവിന്ദൻ ഭജൻസ് ആരാണെന്ന് നന്നായി തന്നെ അറിയാം. നന്ദഗോവിന്ദൻ ഭജൻസിന്റെ ഏതെങ്കിലും ഒരു പരിപാടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പരിപാടിയിൽ വേദി നിറഞ്ഞു കവിഞ്ഞ് ജനസാഗരം എത്താറുണ്ട്. ഭക്തി മാത്രമല്ല, ആ ഗാനത്തോടുള്ള സ്നേഹം, ഇഷ്ടം, ഭക്തി എല്ലാം കൂടി കലർന്നതാണ് നന്ദഗോവിന്ദൻ ഭജൻസിന്റെ ആ ആലാപന രീതി, ശൈലി എല്ലാം എന്ന് പറയുന്നത്. നന്ദഗോവിന്ദൻ ഭജൻസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ചില വിവാദങ്ങൾ പുകയുന്നുണ്ട്. ഈ വിവാദത്തിന് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഒടുവിൽ നന്ദഗോവിന്ദൻ ഭജൻസ് തന്നെ അതിനെ പ്രതികരണവുമായി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നന്ദഗോവിന്ദൻ ഭജൻസ് ക്രിസ്തീയ ഭക്തിഗാനം ക്ഷേത്രത്തിൽ ആലപിച്ചതിനെ വിമർശിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി കേരളം മുഖ്യ രക്ഷാധികാരി KP ശശികല രംഗത്തു വരുന്നുണ്ട്. ഈ പരദേവനഹോ എന്ന ഗാനമാണ് നന്ദഗോവിന്ദൻ കോട്ടയം വെമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആലപിച്ചത്. ഇരിക്കുന്ന കൊമ്പ് എത്ര ബലമുള്ളതാണെങ്കിലും സ്വയം മുറിച്ചാൽ അത് മുറിയാതിരിക്കില്ലെന്നാണ് ശശികല തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ചിക്കൻ മസാലയൊക്കെ നല്ലതാണ്, പക്ഷേ പായസത്തിലിടരുതെന്നും ശശികല കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചതിൽ നന്ദഗോവിന്ദൻ ഭജൻസിനെ പുകഴ്ത്തിയും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. മതസൗഹാർദ്ദത്തെ ചൂണ്ടിക്കാണിച്ചാണ് അഭിനന്ദനങ്ങളും കമന്റുകളും ലഭിക്കുന്നത്. ശശികലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. ഇതുവരെ അവരെ ആരും അഭിനന്ദിച്ചിരുന്നില്ലേ? 10,000 മണിക്കൂറുകൾ അവരെ കാത്തിരുന്നത് നിന്ദിക്കാനായിരുന്നു. ചെറിയ പ്രവാഹം അരുവിയാണ്, തോടാണ്, പുഴയാണ്. അവയൊക്കെ ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും ദാഹം മാറ്റാനും മനസ്സും ശരീരവും കുളിർപ്പിക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷേ പ്രവാഹത്തിന് ശക്തി കൂടിയാൽ അത് പലതിനെയും ഒഴുക്കിക്കളയും. ചൂരൽമലയിലൊക്കെ പ്രവാഹം ശക്തി കൂടിയതിന്റെ അനുഭവം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇരിക്കുന്ന കൊമ്പ് എത്ര ബലമുള്ളതാണെങ്കിലും സ്വയം മുറിച്ചാൽ അത് മുറിയാതിരിക്കില്ല. ചിക്കൻ മസാല നല്ലതാണ്, പക്ഷേ പായസത്തിലിടരുത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ക്ഷേത്രമുറ്റത്ത് ഭക്തസാന്ദ്രമായി ഈ ക്രിസ്തീയ ഗാനം ആലപിച്ചതിൽ ഇതിനെതിരെ ഉയരുന്ന ഈ വിമർശനങ്ങൾക്ക് മറുപടിയുമായി നന്ദഗോവിന്ദൻ ഭജൻസ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കോട്ടയം നട്ടാശ്ശേരി വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭജന അവതരിപ്പിക്കുന്നതിനിടയിലാണ് ഈ പരദേവനഹോ എന്ന ഗാനം ആലപിച്ചതാണ് ചർച്ചകൾക്ക് ആധാരം. മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃക എന്ന ഒരു വിഭാഗം പുകഴ്ത്തുമ്പോഴാണ് ഇതിനെതിരെ കടുത്ത സൈബർ ആക്രമണവുമായി മറ്റൊരു വിഭാഗവും രംഗത്തു വരുന്നത്. RSS നേതാവ് വിദ്യാസാഗർ ഗുരുമൂർത്തി ഉൾപ്പെടെയുള്ളവർ സംഘത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. ക്ഷേത്രവേദികൾ ക്രിസ്തീയ ഗാനങ്ങൾ പാടാൻ ഉപയോഗിക്കരുത്. ഹിന്ദുക്കളുടെ ചെലവിൽ പ്രശസ്തി നേടിയ ശേഷം ഹല്ലേലൂയ പാടുന്നത് വലിയ തെറ്റാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. നന്ദഗോവിന്ദൻ ഭജൻസിനെ പരിഹസിക്കുന്നതും ചെയ്തു. ഇതോടെയാണ് സോഷ്യൽ മീഡിയ വിഷയം ആളിക്കത്തിയിരിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ അധിക്ഷേപം തുടരുന്നതിനിടയിൽ സംഘത്തിലെ കലാകാരനായ നവീൻ മോഹനൻ നൽകിയ മറുപടിയും ശ്രദ്ധേയമായി. ഞങ്ങളൊരു പരിധിയും ലംഘിച്ചിട്ടില്ല, അങ്ങനെ ഒരു പരിധി ഞങ്ങൾ കണ്ടിരുന്നില്ല. പേരുകൾക്കപ്പുറം ഭക്തി ഒഴുകുന്ന ഞങ്ങളുടെ മണ്ണാണ് ഇത് എന്നായിരുന്നു നവീന്റെ കുറിപ്പ്. ഭക്തിക്ക് നാമരൂപങ്ങൾക്കപ്പുറവും വലിയൊരു അർത്ഥമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഗാനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആ പ്രദേശത്തെ ക്ഷേത്രവും പള്ളിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നന്ദഗോവിന്ദൻ ഭജൻ സംഘം വിശദീകരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ദേശവിളക്ക് സമയത്ത് പള്ളിയിലും വിളക്ക് തെളിയിക്കാറുണ്ട്. പരിപാടിക്ക് എത്തിയവർക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയത് പള്ളിയോട് ചേർന്നാണ് എന്ന വസ്തുതയും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ആ നന്ദഗോവിന്ദൻ ഭജൻസ് പാട്ടിന് തൊട്ട് മുൻപ് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട് നമുക്ക് ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും. ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ. ഈ സാഹോദര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാനം ആലപിച്ചത് എന്ന സംഘം പറഞ്ഞു തുടങ്ങിയാണ് ഗാനം ആലപിക്കുന്നത്.
2000-ൽ വേമ്പൻകുളങ്ങര ക്ഷേത്രത്തിൽ രൂപം കൊണ്ട ഒരു കർക്കടക ഭജന സംഘമാണ് പിന്നീട് കേരളത്തിലുടനീളം ആരാധകരുള്ള നന്ദഗോവിന്ദം ഭജൻസായി വളർന്നത്. കാഴ്ച നഷ്ടപ്പെട്ട മുതിർന്ന അംഗം ഇളങ്ങൂർ രാജേന്ദ്ര പണിക്കരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ സംഘത്തിൽ ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥരും വിദേശ മലയാളികളും ഉൾപ്പെടെയുള്ളവരുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മോഹൻ സിതാരയുടെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഈ പരദേവനഹോ എന്ന ഗാനം വീണ്ടും തരംഗമായി നിൽക്കുന്ന സമയത്താണ് ഈ ഭജന സംഘം ഇത് ഏറ്റെടുത്തത്. വിദ്വേഷ പ്രചാരണങ്ങൾക്കിടയിലും ഭക്തിസാന്ദ്രമായ ഈ ആലാപനത്തിന് ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണ് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഉള്ളത്. എന്താണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം?